ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ എത്ര തന്നെ വളർന്നാലും നമുക്ക് ആ കുട്ടിക്കാലം ഓർക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയിലേക്കാട്ടെന്ന് യാത്ര. ഇതൊരു പഴയ ഓർമ്മകളിലൂടെ എന്ന് പറഞ്ഞ പോലെ പഴയ ഒരു തറവാട്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ ഒരു വല്യമ്മ വല്യമ്മാനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പണ്ടൊക്കെ ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ഈ മൂച്ചിയിലൊരു ഊഞ്ഞാലുണ്ടായിരുന്നു. പിന്നെ അതേപോലെ കണ്ണിമാങ്ങ ഒക്കെ പെറുക്കാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ വന്നിരുന്നു ഈ ഭാഗത്തേക്ക്. ഇപ്പോൾ അതാ ഈ വർഷത്തെ ആദ്യത്തെ കണ്ണിമാങ്ങയാണ് കേട്ടോ എനിക്ക്. ഇപ്പോൾ അത് ഇവിടുന്ന് തന്നെ കിട്ടി. അന്നത്തെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരും കേട്ടോ. അപ്പോൾ അന്ന് ഊഞ്ഞാൽ മൂച്ചിയിലാണെങ്കിലും ഇപ്പം എന്താ നല്ലൊരു ഒറിജിനൽ ഊഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയിട്ട് ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്നത് തൊഴുത്താണ് കേട്ടോ. അത് കാണുമ്പോഴൊക്കെ ആ പഴയ ഓർമ്മകൾ ഒളിച്ച് കളിക്കുന്ന സമയത്തൊക്കെ അവിടെ വന്ന് ഒളിച്ചിരുന്നിരുന്നതും അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നത് കണ്ടു. ഇപ്പോൾ അവിടെ പശുവൊന്നുമില്ല. അന്നത്തെ കാലത്ത് ഇവിടെ പശു ഉണ്ടായിരുന്നു, ആടുണ്ടായിരുന്നു, മുയലിൻ്റെ കൂടുണ്ടായിരുന്നു. അതിലൊരുപാട് മുയലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മുയലും പശുവും പോത്തും ഒന്നുമില്ല. എന്നാൽ പോലും അതിൻ്റെ ആ തൊഴുത്തും ആ കൂടൊക്കെ കാണുമ്പോൾ ആ മനസ്സിന് പഴയ ഓർമ്മകളൊക്കെ എന്തായാലും മനസ്സിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്ന് വലിയമാനായിട്ടൊക്കെ കുറേ ഇരുന്ന് സംസാരിച്ച് അങ്ങനെ താഴത്തേക്ക് ഒന്ന് പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വല്യമാക്ക് പെൺമക്കളുണ്ടായിരുന്നില്ല, ഒക്കെ ആൺമക്കളായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വരിക എന്ന് പറയുമ്പോൾ നല്ല സന്തോഷമായിരുന്നു. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്തൊക്കെ ഒന്ന് വെറുതെ ഒന്ന് വന്ന് പോകാമെന്ന് കരുതിയിട്ടൊന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് പോകേണ്ട നാളെ പോവാം, ഇവിടെ ആരും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കടമാവും. അപ്പോൾ പിന്നെ ഞങ്ങളവിടെ നിൽക്കും. അങ്ങനെയൊക്കെയുള്ള കുറേ കാലങ്ങൾ നല്ല നല്ല ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഓർമ്മ വരും. നമ്മുടെ നാട്ടിലുള്ള പൂരം ഉണ്ടാവുമല്ലോ, പൂരത്തിൻ്റെ സമയത്തൊക്കെ വള വാങ്ങിച്ച് തരിക, പിന്നെ അതേപോലെ തന്നെ ഹെയർ ബാൻഡ് അങ്ങനെ ഉള്ള ഐറ്റംസൊക്കെ അന്നത്തെ ചെറുപ്പകാലത്ത് നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണല്ലോ. പൂരത്തിനൊക്കെ അങ്ങനെ നമ്മളെ കൊണ്ടുപോയിട്ട് അങ്ങനെ വാങ്ങിച്ച് തരിക എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും മുണ്ടങ്ങം പറമ്പിൽ പൂരമാണെന്ന് പറയുമ്പോൾ മകരം 6-നാണ് ആ പൂരം ഉണ്ടാവാറ്. ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അപ്പോൾ ഓർമ്മ വരും അന്ന് പൂരത്തിന് കൊണ്ടുപോയതും പിന്നെ അവർ വള വാങ്ങിച്ച് തന്നതും ഒക്കെ ഉള്ള ആ ഓർമ്മകളൊക്കെ ഇപ്പോഴും മനസ്സിലേക്ക് വരും കേട്ടോ. അങ്ങനെ പഴയ കാല കഥകളൊക്കെ പറഞ്ഞ് കുറേ ഇരുന്ന് പിന്നെ അതാ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഉമ്മ ചായയും പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ കുട്ടികൾ നെക്സ്റ്റ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒന്ന് പോകണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസങ്ങളെന്നും പറയും നെക്സ്റ്റോൾക്ക് പോവാന്ന്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളായിട്ട് അങ്ങനെ വരാൻ സാധിക്കില്ല. അപ്പോൾ ഇന്നൊന്ന് എന്തായാലും നമുക്കൊന്ന് അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് നെക്സ്റ്റോൾക്കൊന്ന് വന്നതാണ്. അങ്ങനെ കുറച്ച് സമയം അവിടെ ഗെയിമൊക്കെ കളിച്ച് പിന്നെ അവർ ഫുഡ് കോർട്ടിലേക്കാണ് പിന്നെ വന്നത്. അവിടെ വന്നാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടാൻ കുറച്ച് പണിയാണ്. എന്നാലും അവർക്ക് കുറച്ച് വേണ്ട ഐറ്റംസുകളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ 2 ദിവസമായിട്ട് സ്കൂൾ മദ്രസൊന്നും ഇല്ലെങ്കിലും കുറച്ച് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എഴുതാനുള്ള തിരക്കിലാണ് ഇപ്പോൾ. 2 ദിവസം സ്കൂളൊന്നും ഇല്ലല്ലോ മദ്രസൊന്നും ഇല്ലല്ലോ വെച്ചിട്ട് പിന്നെ ഫുള്ള് കളിയിലിരുന്ന് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ മുതലിപ്പോൾ സ്കൂൾക്ക് മദ്രസയ്ക്കൊക്കെ പോകണമല്ലോ. അപ്പോൾ ഹോംവർക്ക് കൊടുത്തതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തിരക്കിൽ തന്നെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഫുഡ് കൊടുത്ത് നെസ്റ്റോയിൽ പോയപ്പോൾ കുബൂസും ഷവായൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മയോണീസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ വെക്കേഷൻ ടൈമും അങ്ങനെ കഴിഞ്ഞ് ഇനി ഇൻഷാ അല്ലാ ഇതുപോലുള്ള അവധി ദിവസങ്ങളിലൊക്കെ പോകണം വീട്ടിലേക്ക്. ഇനി ഇൻഷാ അല്ലാ നാളെ മുതൽ നമ്മുടെ വീട്ടിലത്തെ കുക്കിങ്ങും വ്ളോഗൊക്കെ ആയിട്ടാവും ഞാൻ വരിക. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. Thank you.